ഹായ് സുദീപേട്ടാ. ആ റനീഷ് ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമില്ല സുദീപേട്ടാ. എന്തു പറ്റിടാ എനിക്ക്? നീ ആകെ മൂഡ് ഓഫിലാണല്ലോ. ഒന്നുമില്ല സുദീപേട്ടാ, ഒരു വാടക വീട് വേണം. അല്ല, നിൻ്റെ വയ്യാത്ത ഉമ്മയും വൈഫും നീ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ, പിന്നെന്താ നിനക്ക് വാടക വീട്? എൻ്റെ ഉമ്മാൻ്റെ കൂടെ നിന്ന് പോകാൻ പറ്റില്ല എന്നാണ് പറയണത് എൻ്റെ വൈഫിന്. അപ്പോൾ വേറൊരു വീട് എടുത്തില്ലെങ്കിൽ അവളെ വീട്ടിൽ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ വേറൊരു വീട് കിട്ടുകയാണെങ്കിൽ സുദീപേട്ട ഒന്ന് പറയണം. വീടൊക്കെ നമുക്ക് റെഡിയാക്കാം റനീഷേ, അതല്ല പ്രശ്നടാ. നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടാ? വയസ്സായിട്ടുള്ള ആ ഉമ്മാനെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോകുമ്പോൾ നാളെ നിങ്ങളെ മക്കൾ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പം ആ ഉമ്മ അനുഭവിച്ചില്ലേ ആ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സുദീപേട്ട, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു സമാധാനമല്ലേ സുദീപേട്ട? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല റനീഷേ. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ ജീവിതം തന്നെ തകരും. നോക്കട്ടെ സുദീപേട്ട. ഈ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. ഞാൻ എന്തായാലും സുദീപേട്ടനെ വിളിക്കാം. ആയിക്കോട്ടെ റനീഷ്, എന്നാൽ നമുക്ക് കാണാം കേട്ടോ. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. വിളിക്കാം. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച അത് നമ്മുടെ മാതാപിതാക്കളുടെ പുഞ്ചിരി കാണുക എന്നതാണ്.